മലപ്പുറം മറ്റൊരു രാജ്യമാണ്. മലപ്പുറത്തുള്ള ഹിന്ദുക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. മുസ്ലിങ്ങൾ ഇവരെ വേട്ടയാടുന്നു എന്ന രീതിയിലുള്ള ഒരു തെമ്മാടിത്തരം, ഒരു ഊളത്തരം നടേശൻ എന്ന് പറയുന്ന SNDP-യുടെ ആ കൂതറ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കത് കേൾപ്പിച്ചു തരാം. അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കുക തന്നെ. മലപ്പുറം ജില്ലക്കാരനായി ഞാനത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കാനാ? കാണാം. നിങ്ങളുടെ പ്രത്യേക ഒരു രാജ്യത്തിനിടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായത്തിൽ മൂത്ത ഒരാളായത് കൊണ്ടാണ് നടേശ ഞാൻ അമ്മാതിരി ഡയലോഗ് അടിക്കാത്തത്. നിനക്കുള്ള മറുപടി ശരിക്ക് തരേണ്ടത് ഈ രീതിയിലല്ല, ഈ ഒരു വാക്ക് കൊണ്ടല്ല. ശരിക്ക് തരണം. പിതാമഹനെയൊക്കെ ചേർത്ത് വിളിച്ചുകൊണ്ട് തന്നെ തരേണ്ടി വരും. നീ ജനിച്ചു വളർന്ന നാടാണോ ഇത്? അല്ലല്ലോ. ഞാൻ ജനിച്ചു വളർന്ന് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട് മലപ്പുറം ജില്ലയെ നീ ഊളത്തരം പറയരുത്. ശരിയാണ്, മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് സ്നേഹം കൂടുതൽ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് തന്നെയാണ്. അതിനൊരു സംശയവും വേണ്ട. നിങ്ങളൊരു പ്രത്യേക രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ജില്ലയാണ് എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ എൻ്റെ പൊന്നു മോനെ. മലപ്പുറം ജില്ലയുടെ അത്രക്ക് സമാധാനം കിട്ടുന്ന ഒരു ജില്ല വേറെ ഇല്ല. നിങ്ങൾ പാകിസ്ഥാൻ ആക്കാനൊക്കെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന ഒരു സംഘടന മലപ്പുറം ജില്ലയിൽ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ആ കൊടി പാകിസ്ഥാന്റെ ആണ് എന്ന് പറയുന്ന കുറെ BJP-ക്കാരുണ്ട്. നീയും അതിൽ പെട്ടത് തന്നെയാണ്. നീ BJP പ്രവർത്തകനല്ല എന്നേ ഉള്ളൂ. SNDP-യും BJP-യും ഒരുമിച്ച് കൈകോർത്ത് ഇവിടെ ഇലക്ഷന് നിന്നതൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പൊ നീയും കാക്കി ട്രൗസർ ഇട്ടവനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മോനെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചുകൊണ്ട് ഈഴവങ്ങര് ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതത്തിന്റെയോ ഒരു ജാതിയുടെയോ ഒന്നിന്റെയും ഒരു വക്താവല്ല. അദ്ദേഹം ജീവിച്ചിരുന്നത് മനുഷ്യത്വത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും SNDP-യുടെ ഞാൻ എന്താണ് ഇതിന് പറയാ, ശ്രീനാരായണ ഗുരുവിനെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ഈഴവനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈഴവ സമുദായത്തിന്റെ തലതൊട്ടപ്പനാക്കി നിങ്ങൾ വെച്ചത് തന്നെ തെറ്റാ. എന്നിട്ട് ആ നാക്കുകൊണ്ട് ഡയലോഗ് അടിക്കുക മലപ്പുറം ജില്ല ഞങ്ങൾക്ക് ജീവശ്വാസം പോലും വലിക്കാൻ കഴിയാതെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് പോയി ചത്തുടറ. കുറെ കാലയില്ല ഇവിടെ ആളുകൾക്കും ഭൂമിക്കും ഒരു ഭാരമായി ജീവിക്കുന്നത്. ഊള. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ സാധിക്കാത്തത് ഈ സ്ഥലത്താവില്ല. നിന്റെ വീട്ടിനകത്തും നിന്റെ പഞ്ചായത്തിലും ആവാനാണ് സാധ്യത. അത് ഉറപ്പാ. ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിധേയമായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഒരു തർക്കവും ആ കാര്യത്തിനില്ല. ഇത് BJP ഭരിക്കുന്ന UP അല്ല. ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഭരിച്ച നാടാണ്. ഈ നാട്ടില് അങ്ങനെ ഒരു വിഷവിത്തുക്കളും ഇല്ല. അങ്ങനെ ഒരു വിഷവിത്ത് പോലും മുളയ്ക്കാൻ ഇവിടെയുള്ള ജനത സമ്മതിക്കില്ല. മലപ്പുറം ജില്ലയോട് ഇങ്ങനെ ഒരു അസഹിഷ്ണുത നിങ്ങൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അത് ഞങ്ങൾ ഇനി പറയേണ്ടതായിട്ടില്ല. SNDP-ക്ക് ഇവിടെ ഫലം കുറവുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര എന്തോ സംഭവമാച്ചിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. ഇയാൾക്കെതിരെ ഒരുപാട് ആളുകൾ ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട്. കൊടുക്കുക തന്നെ വേണം. PC ജോർജിന്റെ അതേ പുഴുത്ത നാക്ക് തന്നെയാണ് SNDP-യുടെ നടേശൻ ഇവിടെ ഉപയോഗിച്ചത്. നടേശൻ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ആ വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഇതിനുള്ള മറുപടി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്, പ്രത്യേക രാജ്യമാണ്. ശരിയാണ്. സ്നേഹം കൂടുതലുള്ള ആളുകളുടെ നാടാണ് ഞങ്ങളെ മലപ്പുറം. ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എന്നുള്ള വേർതിരിവില്ല. അതേപോലെ നിന്നെ പോലെ ഈഴവന്, അതേപോലെ നായര്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഘടനകളുണ്ടാവും. ഇവിടെ ആളെ കിട്ടുന്നുണ്ടാവില്ല. അതിന് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടാവില്ല. കാരണം ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും വ്യത്യാസം ഞങ്ങളുടെ നാട്ടിലില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തോളത്ത് കൈയിട്ട് നടക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. SNDP-യിൽ ആള് കുറയുന്നത് കൊണ്ടാണ്. ഹിന്ദു രാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന RSS-നെ BJP-യുടെ കൂടെ SNDP എന്ന് പറയുന്ന ആ ഒരു സംഘടന കൂട്ടുപിടിച്ച് നിന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിലുള്ള ആളുകളും നേരെ SNDP-യിൽ ആയതുകൊണ്ട് അവർ പറയുന്നത് ചെയ്തുകൊണ്ട് ഒരു വലിയ വിഷം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളാണ്. ഈ മലപ്പുറം ജില്ലയിൽ അതിന് ആളെ കിട്ടുന്നുണ്ടാവില്ല. SNDP കൂട്ടുപിടിച്ച BJP-യുടെ കൂടെ കൂടാൻ ഹിന്ദുക്കളിൽ നിന്നും ഒരു ഈഴവനെ പോലും കിട്ടിയിട്ടുണ്ടാവില്ല മലപ്പുറം ജില്ലയിൽ നിന്ന്. അതിന്റെ കലിയാണ്, വേറെ ഒന്നുമല്ല.
ഒരു പ്രത്യേകതരം ആളുകൾ ജീവിക്കുന്ന ന്യൂനപക്ഷത്തിന് നേരെയാണ് ഈ നാറ് ഇപ്പോ നാവ് അലക്കിയത് എന്നുള്ളതാണ്. ആ നാക്കൊക്കെ പുഴുത്ത് ചീഞ്ഞ് നാറും, ഒരു തർക്കവും ആ കാര്യത്തിന് വേണ്ട. ഇത്ര പ്രായമായ ആളായതുകൊണ്ട് എന്റെ മാന്യത നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? എന്റെ മുകളിലേക്ക് മാന്യത എന്റെ കയ്യിൽ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? മലപ്പുറം വേറൊരു രാജ്യമാണ് എന്ന പൊട്ടനാക്ക് കൊണ്ട് നീ പറഞ്ഞല്ലോ. ഇന്ത്യ എന്ന മഹാരാജ്യത്തുള്ള ഒരു സംസ്ഥാനത്തുള്ള ഒരു ജില്ല, അത്രയേ ഉള്ളൂ. ഭരണഘടനയ്ക്ക് വിധേയമായിക്കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത്. കേരളത്തിൽ ഒരു പക്ഷെ മലപ്പുറം ജില്ലയായിരിക്കും ഏറ്റവും സ്നേഹമുള്ള ഒരു ജില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. മതത്തിന്റെയും ജാതിയുടെയും, ഇവിടെ പ്രത്യേകം എടുത്ത് പറയണം, ജാതി എന്നുള്ളൊരു സാധനം, അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കാനാണ് SNDP പോലെയുള്ള ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് ജാതിയുടെ വാലുകൾ, എന്തിനാണ് ജാതിയുടെ സംഘടനകൾ? ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, മലപ്പുറം ജില്ലയിൽ ആളെ കിട്ടുന്നില്ല, അതുകൊണ്ട് ഓരോ ഊളത്തരം പറയാ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ നിനക്കും എനിക്കൊക്കെ ഒരേ സ്വാതന്ത്ര്യം തന്നെയാണ് കിട്ടുന്നത്. അത് കൃത്യമായി കിട്ടുന്ന ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണ്. കൃത്യമായി ഭരണഘടന പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവര് കേരളത്തിലുള്ള ആളുകളാണ്. അല്ലാണ്ട് പറയുന്നില്ല എന്റെ മോനെ. 2015 ഈ നാറി പറഞ്ഞൊരു വാക്ക് കേട്ടോ. കഴിഞ്ഞ ദിവസം മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു നൗഷാദ് മരിച്ചുപോയി. ആ നൗഷാദിന് എന്താ കൊടുത്തത്? 10 ലക്ഷം കൊടുത്ത് വീട്ടുകാർക്ക് ജോലിയും കൊടുത്തു. ഇവിടെ ജാതിയില്ല മതമില്ലെന്ന് വളരെ തെളിഞ്ഞില്ലേ? മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയാ മുസ്ലിമോ മരിച്ചെങ്കിൽ തിരുവനന്തപുരത്തുനിന്നും മന്ത്രി പടയാണ് അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത്. നമ്മൾ ആരെങ്കിലും മരിച്ചു പോയാൽ പട പോയിട്ടൊരു പട്ടി പോലും അവിടെ നിലനിർത്തി വരുന്നത്. പൊന്നുമോനെ നടേശ, നീ ചത്തു കഴിഞ്ഞാൽ ചെതല് പോലും നിന്റെ ശരീരത്തിലേക്ക് വരില്ല, ഒരു പുഴു പോലും വരില്ല, അതിന് പോലും അറപ്പുണ്ടാവും. അതാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മരിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടി പോലും വരില്ല. ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിമാരും മറ്റുള്ള ആളുകളും വരുന്നു, അവർക്ക് ജോലി കൊടുക്കുന്നു. ഇതാണ് 2014 ഈ നാറിയ നാക്കുകൊണ്ട്, ഈ പുഴുത്ത് നാറിയ നാക്കുകൊണ്ട് നടേശൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് 2024 പറഞ്ഞ മറ്റൊരു വാക്ക്. ന്യൂനപക്ഷത്തിന്റെ ഈ പ്രാവശ്യത്തെ ഒരു ചിന്ത, ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുവാൻ ഒരുപാട് ശ്രമിച്ചു. അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നു. നമുക്ക് ചോദിക്കുന്നതും തരത്തില്ല, മറ്റൊന്നും തരത്തില്ല. രാഷ്ട്രീയ അധികാരം തന്നെ പരിശോധിച്ച് നോക്കിയാൽ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിൽ വന്നാൽ അവർക്കെല്ലാം ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് അതിൻ്റെ അടിസ്ഥാന വർഗം നീരും ചോരയും കൊടുത്ത് വളർത്തിയ ആ വർഗത്തിൻ്റെ പ്രതിനിധികൾക്ക് പ്രാതിനിധ്യവും അധികാരത്തിലോ പാർട്ടി തലങ്ങളിലോ ഉയർച്ച ലഭിക്കുന്നില്ല. ഓക്കെ, ഹിന്ദുക്കൾ ചോദിച്ചാൽ ഒന്നും കൊടുക്കുന്നില്ല എന്നല്ല ആള് ഇപ്പൊ പറയുന്നത്. അതായത് ഈഴവര് ചോദിക്കുമ്പോൾ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായതാണ് ഈ SNDP എന്ന ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം കൊണ്ട് ഇവർ ലക്ഷ്യമാക്കുന്നത്, ഈ സംസ്ഥാനത്തിൽ ഇങ്ങനെ ജാതികൾ ഒരുപാടുണ്ട്, ഓരോ ജാതിക്കും ഒരു സംഘടനകൾ വേണം, ഇങ്ങനെ തമ്മിൽ തല്ലണം, ഹിന്ദുവിനെയും ക്രിസ്ത്യൻസിനെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കണം. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ജാതിയുടെ ഓരോ സംഘടനകൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് SNDP ഈ രാജ്യത്ത് ഇവർ തുടങ്ങിയത് എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും വേണ്ട. SNDPയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ശ്രീ നാരായണ ഗുരുവിന്റെ ഫോട്ടോ പോലും അവർ ഉപയോഗിക്കുകയാണെന്നുള്ളതാണ്. ഇതിനെതിരെയാണ് ശക്തമായി നിലപാടെടുക്കേണ്ടത്. മലപ്പുറം ജില്ല എന്ന് പറയുന്ന മറ്റൊരു രാജ്യമാണ് എന്നൊക്കെ പറയുന്ന ആ പുഴുത്ത നാക്കിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ഇവിടെ ഒരു പ്രശ്നവുമില്ലാതെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി പോകുന്നത് കാണുന്നത് ഇഷ്ടമല്ലാത്ത നാറികളാണ് കിടന്ന് ചിലയ്ക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിങ്ങളോടുള്ള വിരോധം തന്നെയാണ് ഇവരുടെ വായയിൽ നിന്നും ഇങ്ങനെ പ്രകടമാവുന്നത്. PC ജോർജ് പറഞ്ഞ വാക്കുകൾ എത്രത്തോളം ഗൗരവത്തോടെടുത്തോ അതേ ഗൗരവത്തോടു കൂടി നടേശന്റെ വാക്കുകളും എടുക്കണം. കാവി നിക്കർ ഇട്ട് നടക്കുന്നവനാണ് നടേശൻ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം SNDP രൂപീകരിക്കുന്നു, ജാതീയമായി എല്ലാവരെയും അടുപ്പിക്കുന്നു, അവർ പ്രവർത്തിച്ചിരുന്ന മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന് അവരെ പിൻവലിപ്പിക്കുന്നു, എന്നിട്ട് RSSനെ BJPയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ ഇലക്ഷനിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. എന്നിട്ടോ മലപ്പുറം ജില്ലയിൽ നിന്നും അങ്ങനെ വേർതിരിച്ചെടുക്കാൻ അവർക്ക് ആ ജാതിയിലുള്ള ആളുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്
നാക്കിൽ നിന്നും വരുന്ന പുഴുത്ത വാക്കുകൾ. ഈ പുഴുത്ത വാക്കുകൾക്കൊക്കെ കാലം മറുപടി ചോദിച്ചിരിക്കും. ഒരു തർക്കവും വേണ്ട ആ കാര്യത്തില്. ഞങ്ങൾ നല്ല സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഒരു തമ്മിൽ തല്ലുമില്ലാതെ പോകുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ല. ഈ മലപ്പുറം ജില്ലയിൽ ജാതീയമായിട്ടും അതേപോലെ തന്നെ മതപരമായിട്ടും വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ തിരിച്ചറിയാനും അവരെ മാറ്റി നിർത്താനും അകറ്റി നിർത്താനും ഇവിടെയുള്ള ജനതക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് നടേശ. മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ. വോട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നോക്ക വിഭാഗമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നേരത്തെ കോഴിക്കോട്ട് ഓടയിൽ കുടുങ്ങിയയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഓട്ടോ ഡ്രൈവർ നൌഷാദ് മരിച്ച സംഭവത്തിലും വെള്ളാപ്പള്ളി സമാനമായ രീതിയിൽ വിദ്വേഷ പരാമർശം നടത്തിയിരുന്നു. മലപ്പുറം ജില്ലയുടെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് നീ ഈ ഒരു ഡയലോഗായിട്ട് ചെല്ല്. അവിടെയുള്ള ആളുകൾ നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. അത് SNDP കാരനാണെങ്കിലും നിന്റെ മുഖത്ത് നോക്കി തുപ്പും. കാരണം ഞങ്ങൾക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ചുറ്റുള്ള ആളുകളോട് എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മതത്തിന്റെയും ജാതിയുടെയും പേരിൽ നമ്മളെ വേർതിരിക്കുന്ന സംഘടനകളുടെ ഭാഗമാവാതിരിക്കുക. നമ്മൾ ഈ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ മൗലിക അവകാശങ്ങളുമുണ്ട്. നമുക്ക് എന്തും ചോദിച്ച് വാങ്ങാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് എന്താണോ പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ടത് അത് പഞ്ചായത്തിൽ നിന്ന് എഴുതി വാങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതിന് ഒരു തരത്തിലുള്ളയും മതത്തിന്റെയോ ജാതിയുടെയോ വാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളിലോ പ്രവർത്തിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഈ രണ്ട് പാർട്ടിയിലും എല്ലാ മതത്തിലുള്ള ആളുകളെയും ഒരുമിച്ച് കാണാൻ കഴിയും. പക്ഷെ ഈ SNDP പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളിൽ വേണ്ടത് അവരുടെ രക്തം എന്ന് അവർ അവകാശപ്പെടുന്ന SNDPക്കാർ, അതായത് ഈഴവര് മാത്രം മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സംഘടനകളുടെ ഭാഗമാകണോ? കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയോ പോലെയുള്ള എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ മാത്രം ഭാഗമാവുകയാണോ വേണ്ടത്? നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണമെങ്കിൽ പ്രവർത്തിച്ചു, പക്ഷെ വിഷത്തിൽ കാലുകുത്തി നിൽക്കുന്ന, അത് മോന്തി കുടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഇയാളെ പോലെയുള്ള വാക്കുകൾ നിങ്ങളുടെ നാക്കിൽ നിന്നും വരും. മലപ്പുറം ജില്ല മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ലതും നമ്പർ 1 വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും മലപ്പുറം ജില്ലയെ കവച്ചു വെക്കാൻ ഒരു ജില്ലക്കും കഴിഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ നടേശനെ മാറ്റി നിർത്തേണ്ടത് SNDPയിലുള്ള ആളുകൾ തന്നെയാണ്. ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ജാതി തിരിക്കുന്ന മതം തിരിക്കുന്ന ആളുകളുടെ കൂടെ കൂടിയാൽ ഈ രാജ്യം കുട്ടിച്ചോറാവും. വേറൊന്നും പറയുന്നില്ല. പരമാവധി ഷെയർ ചെയ്യുക. മലപ്പുറം ജില്ലയിലുള്ള എല്ലാവരും അറിയട്ടെ ഈ നാറി പറഞ്ഞ വാക്കുകൾ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സന്ദീപ് സൈനിങ് ഓഫ്.